ഇത്തവണ ഞങ്ങൾ നാട്ടിലേക്ക് പോയപ്പോൾ എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ ഉപയോഗിച്ച ഒരു സർവീസിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ്. അതായത് ഇപ്പൊ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോ UK-യിൽ നിന്ന് ഇന്ത്യയിലോട്ടും ഇന്ത്യയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ടും വരുമ്പോൾ നമുക്ക് ഒരാൾക്ക് മിനിമം 2 ബാഗ് അല്ലെങ്കിൽ 3 ബാഗ്സ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ 4 പേരാണ് പോയത്. അപ്പൊ 4 പേര് ഇതും 8-9 ബാഗ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ ബാഗ്സും കുട്ടികളെയും കൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സർവീസാണ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞങ്ങൾ അവിടെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസിൽ പോയായിരുന്നു. ആ സർവീസിൽ പോയപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ബാഗേജ് അസിസ്റ്റൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാഗേജ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ ചെന്ന് ഫീ അടച്ചതിന് ശേഷം, ഫീ നിർബന്ധമാണ്, അപ്പൊ ഫീ അടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 1500 ആണ് പേ ചെയ്തത്. അതായത് ചെക്ക് ഇൻ വരെയാണ് ഞങ്ങൾ ഈ ബാഗേജ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ മീറ്റ് ആൻഡ് ഗ്രീറ്റ് അസിസ്റ്റൻസ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ ചെക്ക് ഇൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാഗേജസ് അവിടെ കൊടുക്കൂലോ, അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ചെക്ക് ഇൻ വരെയാണ് ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസസിന്റെ ബാഗേജ് അസിസ്റ്റൻസ് എന്ന സർവീസ് ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് 1500 റുപ്പീസ് ആണ് പേ ചെയ്തത്. പൗണ്ട്സ് അല്ല കേട്ടോ, 1500 റുപ്പീസ് ആണ് പേ ചെയ്തത്. അപ്പൊ ഈ 1500 റുപ്പീസ് പേ ചെയ്ത് കഴിയുമ്പോൾ അവര് നമ്മുടെ ബാഗേജ് ട്രോളി അവര് നോക്കിക്കോളും, നമുക്ക് അവരുടെ കൂടെ നടന്നാൽ മതി. അതുപോലെ തന്നെ 2 സൈഡിലേക്ക് ആയിട്ടാണ് ഇതിന്റെ ക്യൂ. ഒരു സൈഡില് ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസസ് എടുത്തിട്ടുള്ളവരുടെ ക്യൂവും ഒരു സൈഡില് അല്ലാതെ നോർമൽ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുടെ ക്യൂവും, അതായത് ഉള്ളിലേക്ക് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ടുള്ള ക്യൂ ആയിരുന്നു നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ടത്. അപ്പൊ ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസസ് വളരെ കുറച്ച് പേര് മാത്രമാണ് എടുക്കുന്നുള്ളൂ. അപ്പൊ അതിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് ക്യൂ ഇല്ല. നമുക്ക് വേഗം സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു ഉപകാരമായിട്ട് തോന്നി. അതായത് ഈ കുഞ്ഞിനെയും കൊണ്ട് കുറെ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. അത് മാത്രമല്ല, ഞങ്ങൾ ബാഗേജ് കൗണ്ടറിൽ എത്തുന്നതിന് മുൻപ് ബാഗ് റാപ്പ് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ബാഗ് റാപ്പ് ചെയ്യാൻ കൊടുക്കുന്നു, ഇറക്കി വെക്കുന്നു, ബാഗ് എടുത്ത് കയറ്റി വെക്കുന്നു, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാവുമ്പോൾ ഇവര് തന്നെ എല്ലാം ബാഗ് എടുത്ത് അവർക്ക് കൊടുക്കലും റാപ്പ് ചെയ്യലും തിരിച്ചു കയറ്റി വെക്കലും അത് നമ്മുടെ നെയിം എഴുതി തരലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഇൻ ബാഗേജിന്റെ സമയത്ത് ഇവരാണ് നമ്മുടെ കൂടെ വരുന്നത്. ഇവരാണ് ട്രോളി ബാഗ്സ് ഒക്കെ എടുത്ത് ചെക്ക് ഇൻ വേണ്ടി ആ ലഗേജിലേക്ക് ഏരിയയിലേക്ക് വെക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരാണ്. അപ്പം ഞങ്ങൾക്ക് ചില ലഗേജ് ബാഗില് വെയിറ്റ് കൂടുതലുള്ളതുണ്ടായിരുന്നു. അപ്പൊ ഇവരെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ചെക്ക് ഇൻ കൗണ്ടറിൽ ഇരിക്കണവരും അതുപോലെ ഈ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസസ് തമ്മിൽ നല്ല ഒരു അടുപ്പുള്ള കാരണം തന്നെ ചെറിയ രീതിയിലുള്ള കണ്ണടക്കില് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് 1-2 കിലോ കൂടുതലുള്ളതൊക്കെ അവര് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഹാൻഡ് ക്യാരി ആയിട്ട് വന്നതൊക്കെ ഞങ്ങള് ചെക്ക് ഇൻ ലഗേജ് ആയിട്ട് വിടാനായിട്ട് ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസസ് വഴി ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. ഒന്നാമത് മെയിൻ ആയിട്ടുള്ള ക്യൂ ഇല്ല, ഇതിന് വേറെ കൗണ്ടർ, ബാക്കിയുള്ളവർക്ക് വേറെ കൗണ്ടറാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ക്യൂ ഒഴിവായി കിട്ടി. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾക്ക് ഈ ട്രോളി ബാഗ്സ് മാനേജ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല, ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെക്കിന്റെ സമയത്തും ബാഗ് റാപ്പിങ്ങിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് ചെക്ക് ഇൻ ലഗേജ് വരെ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സർവീസ് വേണമെങ്കിൽ, അതായത് ഇമിഗ്രേഷൻ ക്ലിയറൻസ് വരെ വേണമെന്നുള്ളവർക്കും അങ്ങനെയും എടുക്കാവുന്നതാണ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസിൽ നമ്മൾ ചെക്ക് ഇൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ക്യാരിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് എല്ലാം കൊടുക്കണമല്ലോ. അപ്പൊ ഇതൊക്കെ അവർ തന്നെ വേഗം ചെന്ന് ട്രേ എടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഹാൻഡ് ക്യാരിയിലുള്ള സംഭവങ്ങൾ ചെക്ക് ഇൻ ചെയ്യാനും. അതുപോലെ ഇതും സെപ്പറേറ്റ് ക്യൂ ആണ് അവിടെയും ഞാൻ കണ്ടത്. അതായത് ഈ അസിസ്റ്റൻസ് സർവീസ് എടുത്തവർക്ക് ഈ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഇമിഗ്രേഷൻ ക്ലിയറൻസിലേക്ക് കടക്കുമ്പോൾ അവിടെ സെപ്പറേറ്റ് ക്യൂ ആണ് കാണാൻ സാധിച്ചത്. അത് മാത്രമല്ല പുറത്ത് ബാഗേജ് അസിസ്റ്റൻസ്, അതായത് പുറത്ത് നമ്മള് ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാഗ് എടുക്കാനായിട്ടുള്ള സർവീസസും ഇവര് അവൈലബിൾ ആക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ ചെന്നു, നമ്മുടെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ ഇപ്പൊ കയറി പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം തിരിച്ച് ഇറങ്ങാനുള്ളതാണെങ്കിൽ നമ്മളിപ്പോ വന്നു, നമ്മുടെ കയ്യിൽ ബാഗേജസ് ഇല്ല, ഒക്കെ ഫ്ലൈറ്റിലാണ്. അപ്പൊ ഇവര് വന്ന് നമ്മുടെ ബാഗേജസ് കളക്ട് ചെയ്ത് നമ്മളെ
ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള സർവീസസ് കണ്ടു. ഇപ്പൊ ഞങ്ങൾ എടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തിരിച്ചു പോരാൻ സമയത്ത് ഞങ്ങൾക്ക് ബാഗേജ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഈ സർവീസ് ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. 2 മക്കളെയും കൊണ്ട് പോകുമ്പോൾ ബാഗേജ് നമുക്ക് വളരെ ഹെഡേക്ക് ഉള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ബാഗേജ് ഹെഡേക്കാന്ന് വെച്ചിട്ട് ബാഗ് കൊണ്ടുവരാതിരിക്കുവോ, അതും ഇല്ലല്ലോ. അപ്പൊ ഇത് എന്തായാലും യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം.